വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് പുനലൂർ കൊല്ലം, നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് പുനലൂർ കൊല്ലം ഒരു വ്യവസായ മുനമ്പ് ആക്കി മാറ്റാൻ ഒരു പുതിയ കമ്പനി കേരള സർക്കാർ രൂപീകരിക്കുകയാണ്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് നമ്മുടെ ഈ കേരളത്തിന് ലഭിക്കുക? അപ്പം ഞാനും അതിൻ്റെ ഒരു വിശദാംശങ്ങളിലോട്ടൊന്നും എനിക്ക് കിടക്കാൻ പറ്റിയില്ല. എന്നാലും ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്ന് പത്രമാധ്യമങ്ങളിലൊക്കെ വന്നത് കിഫ്ബി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രത്യേക കമ്പനി ഒരു നിക്ഷേപങ്ങൾ കൊണ്ടുവരാനായിട്ട്, എസ്പെഷ്യലി വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ ആ ഒരു കൊറിഡോറായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ അത് മറ്റ് പല സംസ്ഥാനങ്ങളിലും ചെയ്തിട്ടുള്ളതുപോലെ. അപ്പോൾ ഇതെല്ലാം ബേസിക്കലി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റാണ് കേരളത്തിൽ. അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കുക. കാരണം അതാണ് ഒരു സർക്കാർ ചെയ്യേണ്ട കാര്യം. അതെ, അല്ലാതെ ബിസിനസ് ചെയ്യുകയല്ല. അതിപ്പോൾ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. അതിനകത്തൊരു തർക്കമില്ല. പണം ഉണ്ടാക്കാൻ പോവുകയല്ല ചെയ്യേണ്ടത്, ബിസിനസ് ചെയ്യല്ല. ഗവൺമെൻറ് ഫോർ ഗവർണൻസ് എന്നുള്ളതൊരു ഇത് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മുടെ വിഴിഞ്ഞത്തെ ആ ഒരു പ്രസംഗത്തിലും മറ്റുമൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിയും പറയുകയുണ്ടായി. അതായത് ഇന്ന് ഒരു പങ്കാളിത്ത രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് ഭാരതം വിജയം കണ്ടത്. ഒരു സോഷ്യലിസ്റ്റിക് എന്ന് പറയുന്ന ഒരു രീതിയിൽ നിന്ന് മാറി മാക്സിമം ഗവർണൻസ്, മിനിമം ഗവൺമെൻറ് എന്ന് പറയുന്ന ഗവർണൻസാണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ ആ രീതിയിലേക്ക് കേരളവും മാറി വരുന്നു എന്ന് പറയുമ്പോൾ, അത് കേൾക്കുമ്പോൾ നമുക്കൊക്കെ നമ്മുടെ ഇവിടുത്തെ കേരളവാസികൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഡെഫിനറ്റായിട്ട് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഓഫ് കോഴ്സ് അതിനകത്തൊരു ക്യാവറ്റ് ഉണ്ട്. കാരണം പല പ്രഖ്യാപനങ്ങളും നമ്മൾ കേട്ടു, പല ഇലക്ഷൻ അടുപ്പിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ട്. ഇതങ്ങനെ ആവില്ല എന്ന് വിശ്വസിക്കാം. എന്തായാലും അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം ഇന്ന് നമുക്കറിയാം, ഒരു വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു മേജർ പോർട്ടിൻ്റെ, മേജർ പോർട്ട് എന്ന് ഡെസിഗ്നേറ്റഡ് അല്ല ഞാൻ പറയുന്ന ഒരു വലിയ ഒരു പോർട്ടിൻ്റെ മുഴുവൻ ബെനഫിറ്റും എടുക്കാനായിട്ട് സാധിക്കണമെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള ഇൻഫ്രാസ്ട്രക്ചർ വേണമെന്നുള്ള പല വിദഗ്ധരും നമ്മൾ പലപ്പോഴായിട്ടും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിനൊരു വ്യവസായ ഇടനാഴി. അപ്പോൾ ഇവിടെ കപ്പലുകൾ വരികയും ചരക്ക് കയറ്റുകയും ഇറക്കുകയും ചെയ്താൽ മാത്രമേ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാവൂ. അപ്പോൾ ചരക്കുകൾ ഉണ്ടാവണം. ഇവിടെ നിന്ന് കയറ്റി അയക്കാനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നിന്നുള്ള ചരക്ക് കപ്പലുകൾ ഇവിടെ വന്ന് ഇവിടെ സാധനങ്ങൾ ഇറങ്ങുകയുള്ളൂ. ഇത് രണ്ടും വേണം. അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടായിട്ട് മാത്രം മാറും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വ്യവസായ ഇടനാഴി എന്ന് പറയുന്ന ആശയം വാസ്തവം പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ളതനുസരിച്ചിരിക്കും. ഇതിനെ രാഷ്ട്രീയപരമായിട്ട് കാണേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതൊരു ശക്തമായ പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പിലൂടെ നടത്തും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കിഫ്ബി പോലുള്ളൊരു ഏജൻസിയാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഈ പ്രൈവറ്റ് ഇനീഷ്യേറ്റീവ്സ് എന്തെല്ലാം നടന്നു എന്ന് പോലും അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം പല കമ്പനികളിലും ടെക്നോ പാർക്കിൽ എത്തിയിട്ടുണ്ട്, വിദേശത്ത് നിന്ന് വന്ന അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ വളരെ ശക്തമായി പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു മേജർ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇന്നൊരു ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ഒരു ചെറിയ ആർട്ടിക്കിൾ കണ്ടു, ഇന്നലത്തെ ഡേറ്റിൽ വന്നിരുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞു FDI ബൂം ഇൻ കേരള 3.3K crore ഇൻഫ്ലോ ഇൻ 24-25. അതായത് 3300 കോടി രൂപയുടെ ഇൻഫ്ലോ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താ? കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയോളം തുക ഇൻവെസ്റ്റ്മെൻ്റായിട്ട് കേരളത്തിൽ വന്നു. അപ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കണം, 2021 1581, 21-22 2597, 1330, 1630. അതിന്ന് ഡബിളായി 3,330 ക്രോറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് വന്നതായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെ മേഖലകളിലാണെന്നൊക്കെ ഉള്ളത്, അതിനൊരു വിസിബിലിറ്റി ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നിൽക്കട്ടെ. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് കേരളത്തിൻ്റെ ഷെയർ എന്ന് പറയുന്നത് 0.79% മാത്രമാണ് വിദേശ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ വരുന്നതിൻ്റെ. ബിലോ
1 ആണ്, ബിലോ 1% ആണ്. അപ്പോൾ ഇതിന് ഡെഫിനറ്റ്ലി അതിൻ്റേതായ കാരണങ്ങളുണ്ട്. നമുക്ക് ലിമിറ്റഡ് റിസോഴ്സസ് ആണ്, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മേഖലകൾ ലിമിറ്റഡാണ്. ആ ലിമിറ്റഡ് മേഖലകൾ ഉള്ളതുകൊണ്ട് ഈ പറയുന്ന പോലെ നമുക്ക് മഹാരാഷ്ട്ര ഏതാണ്ട് 40% ഇൻവെസ്റ്റ്മെൻറ്റ് 1,64,875 കോടി രൂപയാണ് മഹാരാഷ്ട്രയിൽ വിദേശ നിക്ഷേപമായിട്ട് വന്നത്. അതിനുശേഷം കർണാടകമാണ് 56,029, ഡൽഹി, അത് കഴിഞ്ഞ് ഗുജറാത്ത്, തമിഴ്നാട്, ഹരിയാന, തെലുങ്കാന എന്ന് പറയുന്നത് നമ്മുടെ ഉത്തർപ്രദേശ് 3,700. അപ്പോൾ തെലുങ്കാന 25,000 കോടിയും ഉത്തർപ്രദേശ് 3,700 കോടി. അപ്പോൾ ഉത്തർപ്രദേശിനും കേരളത്തിനും കിട്ടിയ തുക ഏതാണ്ട് സമാനമാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ മോശമാണ് പ്രകടനം എന്ന് ഞാൻ പറയില്ല. പക്ഷേ നമുക്ക് ഉണ്ടാകേണ്ട ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വരാവുന്ന മേഖലകൾ, ടൂറിസം ആകട്ടെ, IT മേഖല ആകട്ടെ, ഇതിലൊക്കെ കുറേ കൂടെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം പല ഗ്ലോബൽ മീറ്റുകളും മറ്റുമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് ആ പറയുന്ന തോതിലുള്ള എമൗണ്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ആ ഒരു കാര്യത്തിൽ ഒരു പ്രൈവറ്റ് ഇനീഷ്യേറ്റീവും കൂടെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇതിനെ ഒരു ഗവൺമെൻറ്റിനെ മാത്രം കുറ്റം പറയുക, ആളുകളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ചും നമുക്ക് വേണ്ടതാണ്. ഈ അടുത്ത കാലത്ത് തന്നെ നോക്കുകൂലിയെപ്പറ്റി പാർലമെൻറ്റിൽ വരെ പരാമർശം വന്നതാണ്. അപ്പം ബേസിക് രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ഡെമോഗ്രാഫിയാണ്. നമുക്ക് ഒരു പ്രായം കൂടുന്ന ഒരു പോപ്പുലേഷൻ ഉള്ളൊരു സംസ്ഥാനമാണ്. ടൂറിസം മേഖലയും മറ്റുമൊക്കെ ഈ പറയുന്ന എൻവയോൺമെൻറ്റലും CRSലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിട്ട് നിയന്ത്രിതമായിട്ടുള്ള ഒരു മേഖല കൂടിയാണ്. ഈ വലിയ തോതിലുള്ള നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ വലിയ ഇത് കിട്ടാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. റോഡ്സ് നമുക്കറിയാം, ഇവിടുത്തെ റോഡ് കൺസ്ട്രക്ഷനൊക്കെ വലിയ തോതിൽ നടത്തിയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കീഴിലാണെങ്കിൽ പോലും അത് നിലനിൽക്കുന്നില്ല എന്നുള്ള. അപ്പം പല ചലഞ്ച്, അത് നമ്മുടെ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ കൂടിയാണ് ഈ ഹൈ മൺസൂണൊക്കെ ഉള്ളതിന്. അപ്പോൾ അതിന് വേണ്ട രീതിയിലുള്ള റിസർച്ചും ഡെവലപ്മെൻറ്റും ചെയ്ത് മാത്രമേ കേരളത്തിലെ ഈ പലപ്പോഴും നമ്മൾ പറയും ഇത് കേരളമാണെന്ന് പറയുമ്പോൾ അത് ഇതിനകത്ത് ഒരു വ്യത്യസ്തത ഉണ്ട്, ഇതൊരു ഡിഫറെൻറ്റ് സ്റ്റേറ്റാണ് അപ്പം അതിന് വേണ്ട രീതിയിലുള്ള വളരെ പഠിച്ച് തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ ഇനീഷ്യലി വിഴിഞ്ഞം പോർട്ട് തന്നെയാണ് കേരളത്തിന് ഏറ്റവും വലിയ ഒരു വലിയ പോയിന്റാണ്. അതിന് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ആളുകൾ ഒരുപാട് പറയുന്നുണ്ടെങ്കിൽ പോലും അതിന് ഗുണങ്ങളാണ് കൂടുതൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് ഈ പറയുന്ന അടുത്ത ലെവലിലേക്കൊക്കെ പോകണമെങ്കിൽ ഇതുപോലുള്ള വ്യാപാരം നടന്നാൽ മാത്രമേ എക്കോണമിക്ക് ബൂസ്റ്റ് ഉണ്ടാവൂ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ പറയുന്ന സ്കിൽ ഡെവലപ്മെൻ്റ് ആകട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ ആകട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വരണം. അപ്പം 3,300 കോടി അല്ല ആക്ച്വലി കേരളത്തിന് വരേണ്ടത്. 0.7 അല്ലെങ്കിൽ 8% താഴെ അല്ല. കേരളത്തിന് വാസ്തവം പറഞ്ഞാൽ വളരെ അധികം പല ഹൈടെക് ഇൻഡസ്ട്രീസിലും, വലിയ സ്ഥലങ്ങളോ പൊല്യൂഷനോ ഇല്ലാത്ത ഇൻഡസ്ട്രീസിലും, ഈ സെമി കണ്ടക്ടർ പോലുള്ള പല കാര്യങ്ങളിലുള്ള ഇൻഡസ്ട്രീസിലും ഒക്കെ നമുക്ക് നിക്ഷേപം കൊണ്ടുവരാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ആ ഇൻഫ്രാസ്ട്രക്ചർ ഇത് വരും. അപ്പോൾ ഈ പറയുന്ന നിക്ഷേപ സൗഹൃദമായിട്ടുള്ള ഒരു മുനമ്പ് അല്ലെങ്കിൽ ഇടനാഴി എന്ത് പറഞ്ഞാലും ആ ഇത് ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഇത് ഡെഫിനറ്റായിട്ടും ഇതിനകത്ത് ഡയറക്റ്റായിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടിയ ആവശ്യമില്ല. ഇൻഫ്രാസ്ട്രക്ചർ ശരിയാക്കി കൊടുക്കൂ, ആളുകൾ ഇവിടെ വരും. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ബിസിനസ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു യുവത്വത്തിന് മുഴുവൻ ഒരു ട്രെൻഡ് എന്ന് പറയുന്ന ഒരു ഗിഗ് എക്കോണമിയിലേക്കാണ്. അതായത് ഈ പറയുന്ന ഫുഡ് ഡെലിവറി ആകട്ടെ, ടാക്സി ഡ്രൈവിംഗ് ആകട്ടെ, അങ്ങനെയുള്ള ഇതിലേക്ക് ഇതിൽ നിന്ന് മാറി സ്കിൽ ഡെവലപ്മെൻറ്റ്, റിയൽ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന മേഖലകളിലോട്ട് ശ്രദ്ധ തിരിച്ചാൽ കേരളത്തിന് ഉണ്ടാകാവുന്ന ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻ സ്പൈറ്റ് ഓഫ് എനി ഗവൺമെൻറ്. കാരണം ഭാരതം ഒട്ടാകെ ഒരു വലിയ നേരത്തെ ത്രെഷോൾഡിലാണ്, ഒരു വലിയ ലോകം മുഴുവൻ ഭാരതത്തിനെ നോക്കി നിൽക്കുന്ന കാലഘട്ടമാണ്. ആ സമയത്ത് കേരളത്തിനും അതിൻ്റെ കൂടെ തന്നെ ഒരു പിടിക്കാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ട ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുകയാണ് എന്ന് സർക്കാർ പറയുകയാണെങ്കിൽ അത് സ്വാഗതാർഹം തന്നെയാണ്. ഇത് പണ്ട് പറഞ്ഞതുപോലെ അല്ലാതിരിക്കട്ടെ
നമ്മൾ ഒരുപാട് പ്രഖ്യാപനങ്ങൾ കേട്ടിട്ടുണ്ട്. കിഫ്ബി വഴി ഒരുപാട് പദ്ധതികളും മറ്റും കാലാകാലങ്ങളായിട്ട് ബഡ്ജറ്റുകളിലും മറ്റും നമ്മൾ കേട്ടിട്ടുണ്ട്. അതല്ലാതാകട്ടെ ഇതൊരു വളരെ സ്ട്രോങ് ആയിട്ട്, പിന്നെ എന്തിനാണ് പുതിയ കമ്പനി എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. അതിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ എന്താണ്? പുതിയ കമ്പനി പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പിന് വേണ്ടി ആകാം. പക്ഷെ എന്തായാലും അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ തോട്ട് വളരെ സ്വാഗതാർഹമാണ്. ഇനി അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്താണ് എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഇതാണ് ഈ പുതിയ ഒരു പ്രപ്പോസലിനെ പറ്റി നമുക്ക് പ്രതീക്ഷിക്കാവുന്നൊരു കാര്യം. അപ്പോൾ കേരളത്തിന് ഇനി നല്ല സമയം, ഒരു എക്കണോമിക് വെൽനെസ് മാറട്ടെ എന്നൊക്കെ ആഗ്രഹിക്കാം. കാരണം നിങ്ങളും ഞാനും ഒക്കെ ഇരിക്കുന്ന ഒരു സംസ്ഥാനത്തിൽ ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വരാൻ പോകുന്ന തലമുറകൾക്ക് അതിൻ്റെതായ നന്മകൾ ഉണ്ടാകട്ടെ, ഡെഫിനറ്റായി നേട്ടം ഉണ്ടാകട്ടെ നമുക്ക് ഡെഫിനറ്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.